ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വന്ദന അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിയമോളെയും ബിനുവണ്ണനെയും നോക്കാൻ വേണ്ടി എനിക്കൊരു ജോലി വേണം, ഒരു ജോലി ഒരുക്കി തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വന്ദന തിരുമേനിയോട് വർഷയ്ക്കും ദിയയ്ക്കും വേണ്ടിയാണെങ്കിൽ അർച്ചനയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. തിരുമേനി ചോദിക്കുന്നുണ്ട് വർഷയും ഭർത്താവും വീട്ടിൽ വന്നില്ല എന്നൊക്കെ. വന്ദന അപ്പോൾ പറയുന്നുണ്ട് വന്നില്ല, തിരക്ക് കൊണ്ടായിരിക്കുമെന്നൊക്കെ. തിരുമേനി പറയുന്നുണ്ട് കല്യാണ പന്തലിൽ വെച്ച് വിക്രം എഴുന്നേറ്റ് പോയത് ശരിയല്ല എന്നൊക്കെ. എന്തായാലും ആചാരങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. വന്ദന അമ്പലത്തിന് വലം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗൻ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ജഗൻ ചോദിക്കുന്നുണ്ട് മനസ്സിനെന്തോ വിഷമമുള്ളതുപോലെ ഉണ്ടല്ലോ, എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പരിഹരിക്കാമെന്നൊക്കെ പറയുന്നു. ജഗൻ പറയുന്നുണ്ട് ഞാൻ വന്ദനെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ, ഞാൻ തെമ്മാടിയൊന്നുമല്ലെന്ന് പറയുന്നു. വന്ദന എന്നെ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നതാണ്, വന്ദനെ മാത്രമല്ല എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സാണ് എനിക്കുള്ളതെന്നൊക്കെ പറയാണ്. ജഗൻ പറയുന്നുണ്ട് എന്റെ സഹായം എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാമെന്നൊക്കെ. ആ സമയത്ത് വന്ദന പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട, പിന്നെയും പിന്നെയും എന്റെ പുറകെ ശല്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. വന്ദന പറയുന്നുണ്ട് സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മര്യാദകേടാണെന്ന്. നിങ്ങളെ പോലെ നാണം കെട്ടി ഇങ്ങനെ പെരുമാറുന്നത് ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊക്കെ വന്ദന പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. വന്ദന പറയുന്നതെല്ലാം കേട്ട് കഴിയുമ്പോൾ ജഗനും ഒരുപാട് സങ്കടമാകുന്നുണ്ട്. ജഗൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് വന്ദന എന്നിൽ നിന്നും അകറ്റണമെന്ന ദേവിക്ക് വാശിയൊന്നുമില്ലല്ലോ എന്നൊക്കെ. അവളില്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല, അവൾ എന്റേതാകുമെന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും തരുമോ എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുകയാണ്. ജഗൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദനം വലം വെച്ച് ജഗന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ജഗനെ സൂക്ഷിച്ചു നോക്കിയിട്ടൊക്കെ പോകുന്നു. ജഗൻ ദേവിയോട് വീണ്ടും പറയുന്നുണ്ട് പ്രണയിക്കുന്നവരുടെ മനസ്സ് ദേവിക്കറിയാവല്ലോ, പരീക്ഷിക്കരുതെന്നൊക്കെ പറയുന്നു. വന്ദനയുടെ കാര്യത്തിൽ സഹായിക്കണമെന്നൊക്കെ ജഗൻ പറയാണ്. പൂജാരി പ്രസാദവുമായിട്ട് വരുന്നുണ്ട്. ജഗനും ആ സമയത്ത് വന്ദനയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പൂജാരി പറയുന്നുണ്ട് വർഷയ്ക്ക് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ വിഘ്നം പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നു. വന്ദനയോട് പറയുന്നുണ്ട് ഈ നിൽക്കുന്നത് ജഗനാണ്, കുറുപ്പ് സാറിന്റെ മകനാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടൊക്കെ പോയി ഇടപെടുമെന്ന് പറയുന്നു. പാവങ്ങളെ ഒരുപാട് സഹായിക്കുന്ന നല്ല മനസ്സുള്ള ആളാണെന്നൊക്കെ പറയാണ്. വന്ദന പ്രസാദം വാങ്ങി മുന്നോട്ട് നടക്കാൻ പോകുമ്പോൾ ജഗനും മുന്നോട്ട് നടക്കാൻ പോകുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഇടിക്കാൻ പോകുന്നുണ്ട്. വന്ദന മാറെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോകുന്നു. ജഗൻ വന്ദനെ പിടിക്കുന്നുണ്ട്. ജഗൻ കുറച്ചു നേരം വന്ദനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ദൈവത്തെ നോക്കി ചിരിക്കുന്നുണ്ട്. ജഗൻ നേരത്തെ വന്ദനെ വിവാഹം കഴിക്കുന്നത് പോലെ സ്വപ്നം കണ്ട കാര്യമൊക്കെ ഓർക്കുന്നു. ജഗൻ വന്ദനയോട് പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ വീഴാൻ പോയാൽ ഞാൻ എപ്പോഴും പിടിക്കാനൊന്നും കാണത്തില്ലെന്നൊക്കെ. വന്ദന അപ്പോൾ പെട്ടെന്ന് തന്നെ ദേഷ്യം ഭാവിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട്. വന്ദന പോയതിനു ശേഷം ജഗൻ ദേവിയോട് വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കൊരു സൂചന തരണമെന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചിരുന്നു, അതിനെനിക്ക് സൂചന കിട്ടിയെന്ന് പറയുന്നു. അവളെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ദേവിയോട് പറഞ്ഞിട്ട് ജഗനും അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വന്ദന ദിയമോളെ പഠിപ്പിച്ചുകൊണ്ട് ആഹാരം കൊടുക്കുകയാണ്. ആ സമയത്ത് പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ചെലവിനുള്ള പൈസ കൊടുക്കണമെന്നൊക്കെ പറയുന്നു. പ്രകാശൻ ബഹളം വെക്കുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ആ കൊച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, നീ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നൊക്കെ. ഇവിടുത്തെ പാതി ചെലവും എന്റെ മകൻ മാധവനാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നു. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് ആ ജോലി കുറച്ച് നാൾ കൂടെ മാത്രമേ കാണത്തുള്ളൂ, അതിനുശേഷം ഞാനായിരിക്കും ഈ വീട് മൊത്തം നോക്കേണ്ടി വരിക എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും എന്റെ ചെലവിൽ കഴിയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മനോജ് പറയുന്നുണ്ട് ഞാൻ എന്റെ ഹരിതയുടെ ചെലവിൽ മാത്രമാണ് കഴിയുന്നതെന്നൊക്കെ. പ്രകാശൻ പറയുന്നുണ്ട് വന്ദന ഒന്നുകിൽ എന്നോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ബിനുവിന്റെയും ദിയയുടെയും പേരിൽ പൈസ തരണമെന്നൊക്കെ പറയുന്നുണ്ട്. വന്ദന സങ്കടത്തോടെ കുട്ടിയുമായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എല്ലാരും പോയതിനു ശേഷം മുത്തശ്ശി ചന്ദ്രികയോട് പറയുന്നുണ്ട് നീ വിഷമിക്കാതെ വർഷയെ വിളിച്ചിട്ട് കാര്യം പറയണമെന്ന് പറയുന്നു. വിക്രം നല്ല മനസ്സുള്ളവനാണ്, നമ്മുടെ വന്ദനയ്ക്ക് കമ്പനിയിൽ ഒരു ജോലി കൊടുക്കുമെന്നൊക്കെ പറയാണ്. ചന്ദ്രിക ഉടനെ തന്നെ വർഷയെ ഫോൺ ചെയ്യുന്നുണ്ട്. വിക്രമും വർഷയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വർഷ ഫോൺ എടുക്കുന്നുണ്ട്. അമ്മ വർഷയോട് ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്ന്. വർഷ സുഖമാണെന്നൊക്കെ പറയുന്നു. വർഷ പറയുന്നുണ്ട് എനിക്ക് സ്വപ്നം കാണാത്തത്ര ഭാഗ്യമാണുള്ളത്, എനിക്ക് 4 ഏക്കർ ഭൂമിയാണെങ്കിൽ ഏട്ടൻ എന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്, എന്റെ പേരിൽ തന്നെ പുതുതായിട്ട് മരുന്ന് കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. വർഷ പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രിക പറയുന്നുണ്ട് ഒരു സഹായം വേണമെന്ന്.
വന്ദനയ്ക്ക് ഒരു ജോലി റെഡിയാക്കി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. വർഷ അപ്പോൾ പറയുന്നുണ്ട് അതിനെന്താണ് പ്രശ്നമെന്ന്. ഏട്ടനോട് പറഞ്ഞ് ശരിയാക്കാമെന്ന് പറയുന്നു. ഉടനെ തന്നെ വർഷ വിക്രമിനോട് പറയുന്നുണ്ട്. വിക്രം അപ്പോൾ നടക്കത്തില്ല എന്ന് പറഞ്ഞ് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. വർഷ അമ്മയോട് പറയുന്നുണ്ട് ഏട്ടനുമായിട്ട് സംസാരിച്ചിട്ട് വിളിക്കാമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം വർഷ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വന്ദനേച്ചിക്ക് എന്താണ് ജോലി കൊടുക്കാത്തതെന്നൊക്കെ. വിക്രം അപ്പോൾ പറയുന്നുണ്ട് ബന്ധുക്കളെ ബിസിനസ്സിൽ കൂട്ടി യോജിപ്പിച്ചാൽ ശരിയാകത്തില്ല. വർഷയ്ക്ക് ബിസിനസിനെ കുറിച്ചൊന്നും അറിയില്ല. ഈ ബിസിനസ് ഫയലൊക്കെ എടുത്ത് പഠിക്കും, കുറച്ച് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. വിക്രം പറയുന്നതൊക്കെ കേട്ടിട്ട് വർഷ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.